ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ജീപ്ട്രെയിൽസിലുള്ള എക്സ്പീരിയൻസ് ട്രിപ്പ്, 1 day ട്രിപ്പ് to Athirapilly waterfall. It was really comfortable, very fun. Even morning we reached around 7 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി. വളരെ ഫൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈവൻ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഫൺ സെലിബ്രേഷനും കൂടെയാണ്. അപ്പം റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹോപ്പ് ടു ഡു ലോട്ട് ഓഫ് ഫൺ ആക്ടിവിറ്റീസ് ആൻഡ് ട്രിപ്സ് വിത്ത് Jeeptrails. ഫസ്റ്റ് ട്രയലാണ് ഞങ്ങളുടെ. ആദ്യമായിട്ടാണ് പിന്നാക്കിളിൻ്റെ കൂടെ Jeeptrailsന് വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രയൽസ് അല്ലെങ്കിൽ റൈഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രെയിലാണ്, ഫസ്റ്റ് Jeeptrail. ദ പ്രീവിയസ് 2 ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ വി വർ വെരി മച്ച് ഷുവർ ഇത് അറ്റൻഡ് ചെയ്യണം ഏതായാലും. ഇറ്റ് വാസ് റിയലി ഫൺ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ദറ്റ് ഐ വിൽ ബി മേക്കിംഗ് സോ മെനി ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ റൂമിൽ ലൈക്ക് ഐ ഗോട്ട് ടു നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് ദെയർ ഓൺ ബിസിനസ്സസ്. ഐ തിങ്ക് ഐ വിൽ ബി കീപ്പിംഗ് ഫ്രണ്ട്സ് വിത്ത് ദെം ഇനി അങ്ങോട്ട്. ആൻഡ് ഷുവർലി ഞങ്ങൾ ഇനിയും ട്രെയിൽസ് അറ്റൻഡ് ചെയ്യാൻ നോക്കും. പിന്നെ ലഞ്ച് വാസ് വെരി നൈസ്. അത് കഴിഞ്ഞിട്ട് ദർ വാസ് സ്വിമ്മിംഗ് പൂൾ ഫോർ കിഡ്സ്. ദേ റിയലി എൻജോയ്ഡ്. ആൻഡ് ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഒക്കേഷൻ നല്ലതാണ്, ലൈക്ക് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ഫാമിലീസ്. ആൻഡ് ഇങ്ങനെ നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ഇങ്ങനെ ആവുമ്പോൾ ഇറ്റ് ഈസ് റിയലി ഗുഡ് ദാറ്റ് ഇങ്ങനത്തെ ഒരു ട്രെയിലൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഫോർ ലൈഫ്. ഇറ്റ് വാസ് റിയലി ഫൺ. ഹായ്, ഇതെൻ്റെ പിന്നക്കിളിൻ്റെ സെക്കൻഡ് ട്രെയിൽ എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പുള്ളത് സ്റ്റേ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ന് വന്നപ്പോൾ 1 day ട്രെയിൽ എങ്ങനെ ഉണ്ടാവും, അത്ര എൻജോയ് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇതും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നാക്കിളിൻ്റെ എപ്പോഴും വേറൊരു എക്സ്പീരിയൻസ് ആണ്. വേറെ ട്രെയിലിൻ്റെ നമ്മൾ പോകാറുണ്ട്, പക്ഷേ പിന്നാക്കിളിൻ്റെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ ഈവൻ 1 day ഫ്രീഡം ട്രെയിൽ ആണെങ്കിലും നല്ലൊരു ഇതായിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഓരോ പ്രാവശ്യവും നമ്മൾ മീറ്റ് ചെയ്യണത് പുതിയ ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും അവരവരുടെ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. യൂഷ്വലി നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമെങ്കിലും ഞങ്ങൾ കൂടുതലും ഡ്രൈവ് ചെയ്യുന്ന ഹസ്ബൻഡ് തന്നെയാണ്. കാരണം ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ഭയങ്കര ക്രേസാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ വുമണിൻ്റെ ഫ്രീഡം ഡ്രൈവ് എന്നുള്ള പിന്നാക്കിളിൻ്റെ ഈ പ്രോഗ്രാമിൽ അവർ പ്രിഫറൻസ് കൊടുത്ത് വുമൺ തന്നെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെയുള്ള പ്രോഗ്രാംസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇത് പിന്നാക്കിളിൻ്റെ ജീപ്പിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നപ്പോൾ ഐ തോട്ട് ഓക്കെ യെസ് ലെറ്റ്സ് ഗോ. അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ആദ്യം പറഞ്ഞു ഓൺലി ഫോർ ലേഡീസ് ഡ്രൈവ് ആണ്. ഞാൻ പറഞ്ഞില്ല, ലേഡി ഡ്രൈവ് ഇപ്പോൾ ചെയ്തില്ല, വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഡു ഇറ്റ്, ബട്ട് നൗ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദെൻ ഇറ്റ്സ് ഓക്കെ ഗോ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് റിയലി വെരി അമേസിങ്. യു ക്യാൻ സേ ദ വേ ഇറ്റ്സ് ഓൾ റിയലി പ്രൊഫഷണൽ. ഇതൊക്കെ നമ്മളിവിടെ നാട്ടിൽ കാണാൻ പറ്റുന്നതിന് ഞാൻ ആദ്യമായിട്ടാണ്. ദ വേ യു ഗ്രീറ്റ് വിത്ത് ദിസ് തിങ്. അത് വന്നിട്ട് അകത്ത് കയറ്റിയിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടെല്ലാം വെഹിക്കിൾസൊക്കെ പ്രോപ്പർലി ഇത് ഞാനിവിടെ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ഐ സീൻ അബ്രോഡ്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് പെർഫെക്റ്റ് ഓൺ പാർ ടു അബ്രോഡ് തിങ്സ്.